പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഇനി ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ അയോധ്യയിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിശ്വാസികൾ അയോധ്യയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് ഇനി 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് എന്നുള്ളതാണ്. 7 ദിവസത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകൾ നാളെയാണ്. ഇതുമായി ബന്ധപ്പെട്ട പൂജാകർമ്മങ്ങൾ ആരംഭിക്കുക. 16 മുതൽ 22 വരെ ഈ പൂജാകർമ്മങ്ങൾ നീണ്ടു നിൽക്കും. അത് പ്രധാനപ്പെട്ട മുനിമാർ, സ്വാമിമാർ പങ്കെടുക്കുന്ന പൂജാകർമ്മങ്ങളാണ് അയോധ്യയിൽ നടക്കുക. അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും അയോധ്യയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇവിടുത്തെ ഓരോ മണ്ണും മനസ്സും ഇവിടുത്തെ പ്രാൺ പ്രതിഷ്ഠയ്ക്കൊപ്പമാണ്. ഇതിന്റെ എല്ലാ മേഖലകളും, അയോധ്യയുടെ ഓരോ മേഖലകളിലും വലിയ തയ്യാറെടുപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്ന വിവരങ്ങളും നമ്മൾ കാണുന്നുണ്ട്. ദൃശ്യങ്ങളിലൂടെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. സരയൂ നദിയുടെ തീരത്തടക്കം വലിയ തയ്യാറെടുപ്പുകളുണ്ട്. സ്വാമിമാരുടെ വലിയ വരവുണ്ട്. ഏതാണ്ട് 21,000-ഓളം ആളുകൾ പങ്കെടുക്കുന്ന, സ്വാമിമാർ പങ്കെടുക്കുന്ന മഹായാഗത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ്. അവിടെ വേദമന്ത്രങ്ങൾ ഉരുവിടും, രാമായണ ശീലുകൾ അവിടെ ഉരുവിടും. നാളെ മുതൽ ഇതിന്റെ ഒരു വല്ലാത്തൊരു ആംബിയൻസിലായിരിക്കും അയോധ്യ നഗരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വ്രതാനുഷ്ഠാനം ആരംഭിച്ചുവെന്ന് പറഞ്ഞിരുന്നു. യോഗി ആദിത്യനാഥ് ഇന്നലെ ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. രാം മന്ദിറിലെത്തി അദ്ദേഹം ദർശനം നടത്തി മടങ്ങി. ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. നമുക്കറിയാം, ഒരേ ഒരു മുഖ്യമന്ത്രി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് യോഗി മാത്രമാണ്. മറ്റ് വിശിഷ്ടാതിഥികളായി ക്ഷണിക്കപ്പെട്ട നിരവധി ആളുകളുണ്ട്. അതിൽ അനിൽ അംബാനി, മുകേഷ് അംബാനി അടക്കമുള്ള വ്യവസായ പ്രമുഖരുണ്ട്. മാതാ അമൃതാനന്ദമയി, ഒപ്പം ദലൈലാമയെ പോലെയുള്ള ആത്മീയ ആചാര്യന്മാരുണ്ട്. സച്ചിൻ തെണ്ടുൽക്കറെ പോലെയുള്ള കായിക താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങളുണ്ട്. മോഹൻലാലിനെ പോലെയുള്ള, അമിതാഭ് ബച്ചനെ പോലെയുള്ള സിനിമാ താരങ്ങളുണ്ട്. അങ്ങനെ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമായിരിക്കും 22-ന് ഇവിടെ പ്രവേശനം. സാധാരണക്കാർക്ക് ഇവിടേക്ക് എത്താനാവുക 23 മുതലാണ്. 23 മുതൽ ഈ പൂജാകർമ്മങ്ങൾ അവസാനിച്ച ശേഷം 23 മുതൽ ഇവിടെ മറ്റു ചില മകരപൂജകൾ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ രീതിയിൽ വലിയ തോതിലുള്ള ഒരുപാട് പൂജാകർമ്മങ്ങളിലൂടെ ആകും ഈ ഇവിടെ കടന്നു പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ കനത്ത മഞ്ഞുണ്ട് ഇവിടെ, വലിയ തണുപ്പുണ്ട്. അത്തരത്തിലുള്ള കാലാവസ്ഥ ഇവിടെ അനുഭവപ്പെടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. പക്ഷെ അപ്പോഴും ഭക്തരുടെ ഇങ്ങോട്ടേക്കുള്ള വരവിന്, രാമഭക്തരുടെ ഇങ്ങോട്ടേക്കുള്ള വരവിന് യാതൊരു കുറവുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, വിവിധ നേപ്പാൾ അടക്കമുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടുത്തെ കാര്യങ്ങൾ ഇതിൽ രാമനെ കണ്ട് മടങ്ങുന്നു. തൊട്ടടുത്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരാമക്ഷേത്രം തൊട്ടടുത്താണ് ഹനുമാൻ ക്ഷേത്രം. ശ്രീരാമനെ കാണുമ്പോൾ സ്വാഭാവികമായും ഹനുമാനെ കൂടി കണ്ടു വണങ്ങണം എന്നുള്ളതാണ്. കാരണം ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും സന്തത സഹചാരിയാണ് ഹനുമാൻ. ഹനുമാനെ കൂടി കണ്ടു മടങ്ങുന്ന ആളുകളെയും നമുക്കിവിടെ കാണാം. ഹനുമാൻ ക്ഷേത്രത്തിലും വലിയ പ്രാധാന്യമുണ്ട്. അവിടേക്കും ആളുകൾ എത്തുന്നുണ്ട്. വലിയ സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ വളരെ വലുതാണ്. ഓരോ ദിവസം കഴിയുന്തോറും സുരക്ഷ വർദ്ധിപ്പിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഈ തണുപ്പിലും മഞ്ഞിലും മഴയത്തുമൊക്കെ ശ്രീരാമസ്വാമിയെ കണ്ട് മടങ്ങുന്ന നിരവധി ആളുകളുടെ കാഴ്ചകൾ നമുക്കിവിടെ കാണാം. നമുക്കറിയാം, തയ്യാറെടുപ്പുകൾ വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഈ ചുറ്റുപാടും ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുന്ന കാഴ്ചയുണ്ട്. ഈ നിർമ്മാണങ്ങളൊന്നും ഇതുവരെ അവസാനിച്ചിട്ടില്ല. ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ ഇപ്പോഴും നിർമ്മാണങ്ങൾ ഈ രാവിലെ സമയത്തും തുടരുന്ന സാഹചര്യമുണ്ട്. കാരണം ഈ 2-3 വർഷം കൂടി കഴിയും അയോധ്യ ഇപ്പോൾ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്ന ഒരു പൂർണ്ണ രൂപത്തിലെത്താൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. ഇതൊരു രാമക്ഷേത്രത്തിന്റെ ഒരു ഭാഗം മാത്രം നിർമ്മാണം പൂർത്തിയാവുകയും തുടർന്ന് ഇതിന്റെ ഉദ്ഘാടനം, പ്രതിഷ്ഠ നടക്കുകയുമാണ്. പക്ഷെ പ്രതിഷ്ഠയ്ക്ക് ശേഷമാകും ഒരുപക്ഷെ അയോധ്യയുടെ മുഖച്ഛായ മാറുക എന്നുള്ളതാണ്. അതിനുശേഷം ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് കടന്നു വരാം. ഭക്തർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, കടന്നു വരുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നിരവധിയായ പുതിയ ഹോട്ടലുകൾ വരുന്നു, താമസ സൗകര്യങ്ങൾ വരുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം അതിനുശേഷം ഈ ട്രെയിൻ ഗതാഗതം, അതിനുള്ള സംവിധാനം, അയോധ്യയിലെ റെയിൽവേ സ്റ്റേഷൻ വലിയതോതിൽ ഒരുക്കിക്കഴിഞ്ഞു. റെയിൽവേ ആകട്ടെ ഒരുപാട് സർവീസുകൾ അയോധ്യയിലേക്ക് ആരംഭിക്കുന്നു. ഇവിടുത്തെ എയർപോർട്ട്, എയർ സ്ട്രിപ്പായിരുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളമായി മാറിക്കഴിഞ്ഞു. വിമാന കമ്പനികൾ ഇവിടേക്ക് സർവീസ് നടത്തുന്നു. അങ്ങനെ ലോകത്തിന്റെ ശ്രദ്ധ അയോധ്യയിലേക്ക് വരുമ്പോൾ, അയോധ്യയിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ അതനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടി അധികാരികൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ വലുതായ ഒന്നാണ്. അത്തരത്തിൽ വലിയ മാറ്റം അവർ പ്രതീക്ഷിക്കുന്നു. തദ്ദേശീയമായും ആളുകൾ വലിയ തരത്തിലുള്ള വികാര പ്രകടനത്തിലാണ്. അവർക്കും അവരുടെ നഗരം മാറുന്ന ഒരു പശ്ചാത്തലം അവരെ സന്തോഷിപ്പിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ ഈ ഓരോ ദിവസവും ഈ ഇത്തരത്തിലുള്ള
സംവിധാനങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസവും മാറ്റങ്ങളാണ് അയോധ്യയിൽ സംഭവിക്കുന്നത്. ഓരോ ദിവസവും ഭക്തരുടെ എണ്ണത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, കൂടുന്നു. ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് ഈ ട്രസ്റ്റിനും അധികാരികൾക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. അങ്ങനെ ഏതായാലും പ്രാൺ പ്രതിഷ്ഠയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അയോധ്യയിൽ പൂർത്തിയാകുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാകുന്നു. വലിയ തോതിൽ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങായി മാറുകയും ചെയ്തു. അയോധ്യയിൽ നിന്ന് പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത്ത് രാമചന്ദ്രൻ. അയോധ്യയിൽ രാമക്ഷേത്ര പ്രാൺ പ്രതിഷ്ഠയുടെ മുന്നോടിയായുള്ള ചടങ്ങുകൾക്ക് നാളെ തുടക്കമാകും. അയോധ്യാപുരിയിലേക്ക് എത്തുന്ന എല്ലാവരുടെയും സുരക്ഷയടക്കമുള്ള സർവ്വ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റും ഉത്തർപ്രദേശ് സർക്കാരും. 10,000 CCTV ക്യാമറകളാണ് അയോധ്യ നഗരത്തിൽ മാത്രം സ്ഥാപിച്ചിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ഹൈന്ദവ വിശ്വാസികൾ കാത്തിരിക്കുന്ന അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള ചടങ്ങുകൾ തുടങ്ങാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇനി അയോധ്യയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹമായിരിക്കും. ചടങ്ങുകൾക്ക് സാക്ഷിയാകാനും പ്രാൺ പ്രതിഷ്ഠയിൽ പങ്കെടുക്കാനും ക്ഷേത്ര ദർശിക്കാനുമുള്ളവരുടെ തിരക്കായിരിക്കും ഇനി. അയോധ്യാപുരിയിലെ നിരത്തുകൾ ജനസാഗരമാകും. അയോധ്യയിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന തിരക്കിലാണ് ഉത്തർപ്രദേശ് സർക്കാർ സംവിധാനങ്ങൾ. നഗരത്തിൽ 10,000 പുതിയ CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠാ ദിനത്തിന് മുമ്പ് തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും തുടങ്ങും. അനധികൃതമായി ഡ്രോൺ പറത്തുന്നതിന് നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ അയോധ്യയ്ക്ക് മുകളിൽ സുരക്ഷാ സേനകളുടേതല്ലാത്തതും അനധികൃതവുമായ ഡ്രോണുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ തകർക്കും. അതിനായി ആന്റി ഡ്രോൺ സിസ്റ്റവും സ്ഥാപിച്ചു കഴിഞ്ഞു. രാമക്ഷേത്രത്തിലേക്കുള്ള താഴ് അലിഗഡിലെ ഹാരിസൺ ലോക്സ് ആണ് നൽകുക. 50 കിലോ ഭാരമുള്ള താഴാണ് ഇവർ നൽകുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള താഴുകൾ നൽകിയതിലൂടെ ഹാരിസൺ ലോക്സ് വലിയ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണെന്ന് കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഉമാങ് മോങ്ക പറഞ്ഞു. അലിഗഡ് MP സതീഷ് ഗൌതം മുഖേനയാണ് ഹാരിസൺ ലോക്സ് താഴുകൾ അയോധ്യ രാമക്ഷേത്രത്തിന് സമ്മാനിച്ചത്. 6 ജോലിക്കാർ 6 മാസത്തോളം പ്രയത്നിച്ചാണ് 50 കിലോ തൂക്കത്തിൽ ഈയവും ഇരുമ്പും ഉപയോഗിച്ച് ഈ താഴ് നിർമ്മിച്ചത്. താക്കോലിന് 2 കിലോയാണ് ഭാരം. ഇന്ത്യയിൽ മാത്രമല്ല രാമക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷമാക്കുന്നത്. മൗറീഷ്യസ് സർക്കാരും രാമക്ഷേത്ര പ്രതിഷ്ഠ പ്രൗഢമാക്കാനുള്ള ശ്രമത്തിലാണ്. പ്രാൺ പ്രതിഷ്ഠ നടക്കുന്ന ജനുവരി 22-ന് പ്രതിഷ്ഠാ സമയത്ത് 2 മണിക്കൂർ മൗറീഷ്യസിലെ സർക്കാർ ഓഫീസുകൾക്ക് അവധി നൽകി. ചടങ്ങ് ടെലിവിഷനിൽ കാണാനും മൗറീഷ്യസിലെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കാനുമാണ് അവധി നൽകുന്നത്. അമേരിക്കയിലെ വിശ്വ ഹിന്ദു പരിഷത്തും രാമക്ഷേത്ര പ്രതിഷ്ഠ ആഘോഷപൂർണ്ണമാക്കുകയാണ്. അമേരിക്കയിലാകെ രാമക്ഷേത്ര മാതൃകയുടെ 40ഓളം ബിൽബോർഡുകളാണ് ഉയർത്തിയിരിക്കുന്നത്. ടെക്സസ്, ഇലിനോയ്, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ജോർജിയ തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് കൂടുതൽ ബോർഡുകളും സ്ഥാപിച്ചിരിക്കുന്നത്. പ്രാൺ പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി 11 ദിവസം നീണ്ടു നിൽക്കുന്ന അനുഷ്ഠാന പൂജാകർമ്മങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തുടങ്ങി. നാസിക്കിലെ ഗോദാവരി തീരത്തുള്ള പഞ്ചവടി ശ്രീകല രാം മന്ദിർ സന്ദർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രതിഷ്ഠയുടെ അനുഷ്ഠാന കർമ്മങ്ങൾ തുടങ്ങിയത്. വെറും നിലത്തുറങ്ങുകയും അതിരാവിലെ എണീറ്റ് പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതടക്കമുള്ളവയാണ് അനുഷ്ഠാന കർമ്മങ്ങൾ. സാത്വിക ഭക്ഷണം മാത്രമേ ഈ ദിവസങ്ങളിൽ കഴിക്കൂ, അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രം. പുരാണങ്ങളും വേദങ്ങളും വായിക്കുക, ദിവസവും അല്പനേരം മൗനവ്രതം ആചരിക്കുക എന്നിവയും ഈ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുണ്ട്. കാഞ്ചി കാമകോടി മഠത്തിന്റെ നേതൃത്വത്തിൽ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ കാശി യാഗശാലയിൽ നടക്കുമെന്ന് കാഞ്ചി കാമകോടി മഠാധിപതി വിജേന്ദ്ര സരസ്വതി സ്വാമികൾ അറിയിച്ചു. അതേസമയം സ്ഥാനാരോഹണം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്ന ജ്യോതിപഡ് ശങ്കരാചാര്യ സ്വാമി അവിമുക്തേശ്വരാനന്ദ സരസ്വതിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. മറ്റു 3 ശങ്കരമഠങ്ങളിലെയും മഠാധിപന്മാർ മറ്റൊരു ദിവസം ക്ഷേത്രം സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായുള്ള അന്നദാനത്തിനായും മറ്റും 20 ടൺ പച്ചക്കറികൾ ഛത്തീസ്ഗഡിൽ നിന്നും അയോധ്യയിലേക്ക് അയച്ചിട്ടുണ്ട്. പച്ചക്കറികൾ കൊണ്ടുപോകുന്ന ട്രക്കുകൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കഴിഞ്ഞ മാസം ഛത്തീസ്ഗഡിൽ നിന്നും 300 ടൺ അരിയും അയോധ്യയിലെത്തിച്ചിരുന്നു. അതേസമയം ഛത്തീസ്ഗഡിൽ നിന്നും ജൂണ അഖാഡയിൽ നിന്നും നാഗസന്യാസിമാരും അയോധ്യയിലേക്ക് തിരിച്ചു. ഉത്തരാഖണ്ഡിലെ പുണ്യ നദികളിൽ നിന്നുള്ള ജലം ശേഖരിച്ചാണ് ഇവർ പുറപ്പെട്ടത്. ഗംഗ, യമുന, മന്ദാകിനി, സരയു, ഭാഗീരഥി, രാംഗംഗ, കാളിഗംഗ, ദൗലിഗംഗ, ത്രിജുഗി നാരായൺ നദികളിലെ ജലമാണ് സന്യാസിമാർ പുണ്യകലശത്തിൽ ശേഖരിച്ച് അയോധ്യയിലെത്തിക്കുക. ചടങ്ങിൽ പങ്കെടുക്കുന്ന അതിഥികൾക്ക് രാമജന്മഭൂമിയിലെ മണ്ണ് സമ്മാനിക്കും. രാമജന്മഭൂമി തീർത്ഥ് ക്ഷേത്ര ട്രസ്റ്റ് ഇവിടെ നിന്ന് ശേഖരിച്ച മണ്ണാണ് പ്രത്യേക ബോക്സുകളിലാക്കി നൽകുക.
10,000 അതിഥികൾക്കാണ് ഇത് സമ്മാനിക്കുക. 2 ബോക്സുകളാണ് ഉണ്ടാകുക. ഒന്നിൽ ലഡ്ഡുവും തുളസിയുമായിരിക്കും. രണ്ടാമത്തെ ബോക്സിലായിരിക്കും രാമജന്മഭൂമിയിലെ മണ്ണ്. സരയൂ നദിയിലെ പുണ്യജലവും ഇതിനൊപ്പം ഉണ്ടാകും. ഖോരക്പൂർ ഗീതാ പ്രസിൽ അച്ചടിച്ച രാമചരിതമാനസവും അതിഥികൾക്ക് സമ്മാനമായി നൽകുമെന്ന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. രാജ്യത്ത് അയോധ്യ രാമക്ഷേത്രത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുമ്പോഴും ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങ് അത്യന്തം ദൈവികമായും ആഘോഷമായും നടത്താനുള്ള ഒരുക്കത്തിലാണ് തീർത്ഥക്ഷേത്ര ട്രസ്റ്റ്. ആഘോഷത്തിലാണ് അയോധ്യ. എങ്ങും രാമമന്ത്രങ്ങളെ കേൾക്കാനുള്ളൂ. ബസ്സുകളിലും ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം പ്രാൺ പ്രതിഷ്ഠ പ്രമാണിച്ച് രാംഭജനുകൾ വെക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ജനുവരി 22 അടുക്കുംതോറും വലിയ ഒരുക്കങ്ങളാണ് അയോധ്യയിൽ നടക്കുന്നത്. രാം മന്ദിർ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് രാജ്യം ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം ആഘോഷമാക്കുകയാണ് അയോധ്യ നിവാസികളും ഉത്തർപ്രദേശ് സർക്കാരും. അതിന്റെ ഭാഗമായി ഉത്തർപ്രദേശിലെ സർക്കാർ ബസ്സുകൾ ഇപ്പോൾ രാമഭജനുകളാൽ മുഖരിതമാണ്. ബസ് സ്റ്റാൻഡുകളിൽ ബസ് കാത്തുനിൽക്കുന്നവർക്കും കേൾക്കാനാവുക ഇമ്പമാർന്ന രാമഭജനുകൾ തന്നെ. ബസ് സ്റ്റാൻഡുകളിൽ അനൗൺസ്മെന്റിനുള്ള ഉച്ചഭാഷിണികളിൽ അറിയിപ്പ് നൽകാത്ത സമയങ്ങളിൽ രാമഭജനുകൾ പ്ലേ ചെയ്യണം എന്നാണ് ഉത്തർപ്രദേശ് ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മിർസാപൂർ ഗതാഗത വകുപ്പ് ഓഫീസാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 22 അയോധ്യയിലേക്ക് പോകുന്നവർക്കായി പ്രത്യേക ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവരും രാമഭജനുകൾ ആലപിക്കുന്ന കാഴ്ചയും കാണാം. 22 तारीख विशेष दिन है जिसमें रामचंद्र जी की प्राण प्रतिष्ठा हो रही है, तो मिर्जापुर से भी जो लोग जहाँ जाने के इच्छुक होंगे तो उनके लिए हम लोग अपनी बसों की व्यवस्था करी. Euro 6 की बसें लगाई जा रही हैं आवश्यकतानुसार. जैसे जैसे लोग आएंगे यात्री आएंगे उनके लिए व्यवस्था है कि बसें उपलब्ध हैं. Euro 6 की बसें उपलब्ध हैं और जैसा कि शासन की मंशा है तो सब में रामधुन बजाई जा रही है. और भी गाड़ियों में भी रामधुन है. हमारे स्टेशनों पे सजावट भी की जाएगी, झालर वगैरह लगाई जाएंगी, बसों से सजावटें होंगी. तो ये सब हम लोग पूरे तरह से लगे हुए हैं. പ്രാൺ പ്രതിഷ്ഠാ ദിനമായ 22 തീയതി മിർസാപൂരിൽ നിന്ന് അയോധ്യയിലേക്ക് നേരിട്ടുള്ള കൂടുതൽ ബസ് സർവീസുകൾ നടത്തും. ടൂറിസം രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് അയോധ്യ എന്ന ക്ഷേത്രനഗരി തയ്യാറെടുക്കുന്നത്. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ദ്രുതഗതിയിലാണ്. അയോധ്യ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ്. പുതിയ എയർപോർട്ട്, നവീകരിച്ച റെയിൽവേ സ്റ്റേഷൻ, രാമഭക്തരായ തീർത്ഥാടകരുടെ വരവ് പ്രതീക്ഷിതത്തിലും അധികമാണ്. സരയുവിലെ ഷിക്കാര ബോട്ട് സഞ്ചാരികളിലും അഭൂതപൂർവമായ വർധനവാണ്. സരയൂ നദിയിൽ മാത്രം 300ഓളം ഷിക്കാര ബോട്ടുകളുണ്ട്. പുണ്യം തേടിയെത്തുന്നവർ ബോട്ടിൽ കയറി പ്രധാന സ്ഥലങ്ങളും കണ്ടാണ് मड़ंगा. एक बोट में जैसे राउंड का फायदा, मतलब छोटा राउंड जाएंगे तो 60 रुपया 1 मेंबर. ओनली बड़ा घाट बड़ा राउंड तो 1 मेंबर 120. तो बड़े राउंड में आपको आरती घाट, लक्ष्मण किला, उसके बाद घुमा के पीछे राम घाट, तुलसी घाट, मतलब पीछे का सारा घाट घुमा के लगेगा. बिल्कुल अच्छा लगेगा, नेचुरल. हाँ पहली बार है. 2 साल में बहुत चेंज हुआ. 2021 में 24 में बहुत अंतर आया. अराउंड हाफ एन आवर. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 10,000 ദിനം പ്രതി വന്നു മടങ്ങുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നത് നാട്ടുകാർക്കുണ്ടാക്കുന്ന ഉണർവ് സകല മേഖലകളിലും കാണാം. 22 വലിയ ചടങ്ങിന് ശേഷം ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കായി തയ്യാറെടുക്കുകയാണ് അയോധ്യ. വിനോദസഞ്ചാര മേഖലയിലും വലിയ കുതിപ്പാണ് അയോധ്യ പ്രതീക്ഷിക്കുന്നത്. കാരണം 22 ശേഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രം കാണാനെത്തുന്ന സഞ്ചാരികളിൽ അവർ വല്ലാതെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ടൂറിസത്തിന്റെ ഓരോ മേഖലയിലും ഈ തൊട്ടുപുറകിൽ കാണുന്ന ബോട്ടിംഗ് രംഗത്തായാലും മറ്റ് വിനോദസഞ്ചാര മേഖലയിലെ മറ്റു തലങ്ങളിലായാലും ഒക്കെ അയോധ്യയിൽ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു ഇവിടുത്തെ നാട്ടുകാർ. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, സരയൂ നദീതീരം.
സ്വപ്ന സാഫല്യത്തിനായി രാമജന്മഭൂമി ഒരുങ്ങുന്നു. പ്രാൺ പ്രതിഷ്ഠയ്ക്കായി വിശ്വാസി സഹസ്രങ്ങൾ കാത്തിരിക്കുകയാണ്. രാമനാമം ചൊല്ലി നാടും നഗരവും മുഴുവൻ അയോധ്യയിലേക്ക്. രാമഭജനുകളാൽ മുഖരിതമായ അയോധ്യാപുരിയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രന്റെ റിപ്പോർട്ടുകളും പ്രശാന്ത് മംഗലശ്ശേരിയുടെ ദൃശ്യങ്ങളും. അയോധ്യ മുഴുവൻ ഭക്തിസാന്ദ്രമാണ്. അയോധ്യ പ്രാൺ പ്രതിഷ്ഠ കവറേജ് സമഗ്രമായി ന്യൂസ് 18-ൽ മാത്രം. ന്യൂസ് 18 കേരളം, മലയാളത്തിന്റെ ദേശീയ ചാനൽ. ചോളങ്ങൾ കൊണ്ട് രാമക്ഷേത്രത്തിന്റെ മാതൃക നിർമ്മിച്ചിരിക്കുകയാണ് കർണാടകയിലെ ഒരു കൂട്ടം കർഷകർ. രാമഭക്തരായ കർഷകർ അയോധ്യയിലെത്തി രാമക്ഷേത്രം കാണണമെന്ന് ആഗ്രഹമുള്ളവരാണ്. 7000 ചോളങ്ങൾ കൊണ്ടാണ് രാമക്ഷേത്രത്തിന്റെ ഈ മാതൃക നിർമ്മിച്ചിരിക്കുന്നത്. 10 ദിവസമെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ಪ್ರಾಣ ಪ್ರತಿಷ್ಠಾ ದಿನമായ 22 ವರೆ ಕ್ಷೇತ್ರ ಮಾದೃಗ ಪಾಡತ್ತು വെച്ച് പൂജിക്കും. ಏನು ರಾಮ ಮಂದಿರ ಉದ್ಘಾಟನೆ ಆಗ್ತಿರೋ ಸಮಯದಲ್ಲಿ ನಾವೊಂದು ರಾಮ ಮಂದಿರ ನಾವು ಈ ಭಾಗದಲ್ಲಿ ಕಟ್ಟಿ ಒಂದು ತೋರಿಸಿ ಒಂದು ಈ ಭಾಗದ ರೈತರ ದರ್ಶನ ಮಾಡಿಸ್ಬೇಕು ಅನ್ನೋ ಒಂದು ಉದ್ದೇಶ ಇಟ್ಕೊಂಡು ಈ ಒಂದು ಕಾರ್ಯಕ್ರಮವನ್ನು ಮೆಕ್ಕೆಜೋಳ ಮುಖಾಂತರ ನಾವು ಮಾಡಿದ್ದೀವಿ. ಒಂದನೇದಾಗಿ ಈ ಓಜನಹಳ್ಳಿ ಗ್ರಾಮದಲ್ಲಿ ಮಾಡಬೇಕಾದ ಕಾರಣ ಇಷ್ಟೇ. ಇದು ಕೂಡ ಕೊಪ್ಪಳ ಜಿಲ್ಲೆಯಲ್ಲಿ ಬರೋದ್ರಿಂದ ಕೊಪ್ಪಳ ಜಿಲ್ಲೆಯಲ್ಲಿ ಹನುಮನ ಒಂದು ಜನ್ಮಸ್ಥಳ. ಆ ಹನುಮ ಮತ್ತು ರಾಮನ ಭಕ್ತನಾಗಿರೋದ್ರಿಂದ ಈ ಭಾಗದಲ್ಲಿ ಮಾಡಿದ್ರೆ ಬಹಳ ಶ್ರೇಷ್ಠವಾದ ಜಾಗ ಅಂತ ತಿಳ್ಕೊಂಡು ನಾವು ಓಜನಹಳ್ಳಿ ಗ್ರಾಮದಲ್ಲಿ ಸುಮಾರು 10 ದಿವಸದಿಂದ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಪ್ರಾರಂಭ ಮಾಡಿದ್ವಿ. കർണാടകയിലെ കൊപ്പാൽ എന്ന ഗ്രാമത്തിലെ ചോളം കർഷകരാണ് ഈ നിർമ്മാണത്തിന് പിന്നിൽ. കൊപ്പാൽ ഹനുമാന്റെ ജന്മസ്ഥലമാണെന്നാണ് വിശ്വാസം. അയോധ്യയിൽ നേരിട്ടെത്താൻ പറ്റാത്ത ഗ്രാമവാസികൾക്ക് ഈ മാതൃകാ ക്ഷേത്രം കണ്ട് തൊഴുതു മടങ്ങാമെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18.